കൊച്ചി കോർപ്പറേഷനിൽ ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി മുന്നേറിയിരിക്കുകയാണ് UDF. ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസാണ് നമ്മോടൊപ്പം ചേരുന്നത്. ആദ്യ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും UDFിൻ്റെ ഭാഗത്തു നിന്നും തന്നെ ഉണ്ടായി. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. ഇല്ല, കോൺഗ്രസിൻ്റെ ചരിത്ര വിജയമായിരിക്കും ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക. കാരണം 5 വർഷക്കാലത്തെ കൊച്ചിക്കൊന്നും സമ്മാനിക്കാൻ കഴിയാത്ത ഒരു കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും കൂടിയുള്ള ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചിയുടെ ഒരു വികസന സ്വപ്നങ്ങൾക്ക് യാതൊരു രീതിയിലും ഒരു ചിറക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല. ഈ 5 വർഷക്കാലത്തെ ഈ ഭരണവിരുദ്ധത, പ്രത്യേകിച്ചും മാലിന്യ പ്രശ്നത്തിലും കൊതുകിൻ്റെ പ്രശ്നത്തിലും അതുപോലെ തന്നെ കുടിവെള്ള പ്രശ്നത്തിലും നായകടിയാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും സാധാരണക്കാരന് ഒരു ഉപയോഗവുമില്ലാത്ത ഒരു കോർപ്പറേഷൻ ഭരണകൂടം അഴിമതിയും കെടുകാര്യസ്ഥതയുമായി നിരവധി ഉദ്യോഗസ്ഥന്മാരെയാണ് പണം വാങ്ങിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. മേയർക്ക് തന്നെ പറയേണ്ടി വന്നു. കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ വാഹനം ഉപയോഗിച്ച് അനധികൃത കെട്ടിടങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിക്കുകയാണ്. ഒരു മേയർ തന്നെ കോർപ്പറേഷൻ കൗൺസിലിൽ പറഞ്ഞു, CPM അംഗം തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ചത്. അത്തരത്തിൽ ഒരു അഴിമതിയും കെടുകാര്യസ്ഥതയും നിറഞ്ഞ ഒരു ഭരണം, അതിനെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരം ഈ എറണാകുളത്തുണ്ട്. എറണാകുളം എപ്പോഴും ഒരു വികസനോന്മുഖമായിട്ടുള്ള ചിന്തയുള്ള ഒരു നഗരമാണ്. വികസനങ്ങൾ ഉണ്ടാകണം, ഡെവലപ്മെന്റ് ഉണ്ടാകണം. ഇപ്പം നമ്മൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, മേയർ ടോണി ആയിരുന്ന സമയത്ത് നമ്മൾ കൊച്ചി മെട്രോ കൊണ്ടുവന്നു. ആ കൊച്ചി മെട്രോയുടെ അനുബന്ധ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന രീതിയിൽ പിന്നീട് ഒരു 10 വർഷക്കാലം നടന്നില്ല. 10 വർഷക്കാലം പിണറായി വിജയന്റെ സർക്കാരാണ്. 1 രൂപ പോലും കൊച്ചിക്ക് അത്തരത്തിലുള്ള ഒരു പദ്ധതിയും തന്നില്ല. കൊച്ചി കുറെ കൂടി മാറണ്ടേ? ഒരു മെട്രോപൊളിറ്റൻ നഗരമായി. ഇപ്പം മെട്രോപൊളിറ്റൻ സമിതികളെല്ലാം എടുത്തു, ഒരു നടപടിയും നടക്കുന്നില്ല. മെട്രോപൊളിറ്റൻ സമിതിയുടെ ഒരു ആലോചനാ യോഗം പോലും നടക്കുന്നില്ല. അപ്പം മെട്രോപൊളിറ്റൻ നഗരമായി മാറുന്നുണ്ട് എന്ന് സർക്കാരിനറിയാം. പക്ഷേ 1 രൂപ പോലും ഞങ്ങൾ കൊടുക്കില്ല എന്നുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. അത് അവസാനിപ്പിക്കണം. കൊച്ചിക്ക് മാറാൻ കഴിയണം. ഇപ്പം UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി 2026 അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വരും. കൊച്ചിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴാണ് കൊച്ചിയുടെ എല്ലാ മാറ്റങ്ങളും ഉണ്ടായത്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആണെങ്കിലും മെട്രോ ആണെങ്കിലും അതുപോലെ തന്നെ മേൽപ്പാലങ്ങളാണെങ്കിലും എല്ലാം കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണ്, UDF ഭരിച്ചിരുന്ന കാലഘട്ടത്തിലാണ് എല്ലാം ഉണ്ടായത്. നമുക്കൊരു പുതിയ റോഡുകളോ അതുപോലെ ഈ ഗതാഗത കുരുക്കുകൾ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യം, ഇപ്പോൾ വെള്ളക്കെട്ട് ഏറ്റവും ഒരു രൂക്ഷമായ പ്രശ്നം. ഒരു മഴ പെയ്താൽ നഗരം മുഴുവൻ വെള്ളക്കെട്ടാണ്. എനിക്ക് നിങ്ങൾക്കും നഗരത്തിന് പുറത്തിറങ്ങാൻ സാധിക്കില്ല, ഒരു ബൈക്കോ അല്ലെങ്കിൽ കാൽനടയായോ പോകാൻ സാധിക്കില്ല. അപ്പം അങ്ങനെ ആ ഒരു രീതിയിലേക്ക് ഒരു വലിയ പദ്ധതികൾ കൊണ്ടുവന്നു. പക്ഷേ വെള്ളക്കെട്ട് മാത്രമല്ല, നമുക്കിപ്പോൾ കായൽ ഏറ്റമുണ്ടാകുന്ന സമയത്ത് ഈ 64 ഡിവിഷനിലും 74 64 ഡിവിഷനുകളിലും ഒരു വെള്ളം കയറുന്ന ഒരു വലിയ പ്രതിഭാസം കൂടി ഇന്ന് കൊച്ചിയിലുണ്ട്. അപ്പോൾ വരുന്ന ആളുകളിൽ അത് വീണ്ടും വർദ്ധിക്കും. കാലാവസ്ഥാ വ്യതിയാനങ്ങളെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കനാൽ നവീകരണവും അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ എക്കൽ നീക്കം ചെയ്യുന്ന നടപടികൾ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിയാണ് അതെല്ലാം ചെയ്യാൻ സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള ഒരു പദ്ധതിയും ഈ 5 വർഷക്കാലം കൊണ്ട് നടപ്പിലായില്ല. തുടങ്ങി വയ്ക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു കോർപ്പറേഷൻ വീണ്ടും CPMനെ ഭരണമേൽപ്പിക്കുക? സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ല, നഗരത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിക്കും പരിഹാരമില്ല. UDF കൊണ്ടുവന്ന 2 or 3 പദ്ധതികൾ പൂർത്തീകരിച്ചു എന്നല്ലാതെ എവിടുന്ന് ആ പണം?